മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ഉറപ്പ് പാഴ്വാക്കായി KSRTCയിൽ ശമ്പള പ്രതിസന്ധി രൂക്ഷം. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വൈകുകയാണ്. എണ്ണ കമ്പനികൾക്കും കോടികളാണ് KSRTC നൽകേണ്ടത്. ഡിസംബർ പകുതി പിന്നിടുമ്പോഴും KSRTCയിൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാക്കനിയായി മാറുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പള വിതരണം മുടങ്ങാൻ കാരണം. ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിച്ച തുകയും ശമ്പളം കൊടുക്കുവാൻ അപര്യാപ്തമെന്നാണ് വിവരം. കഴിഞ്ഞ മാസവും 15-ാം തീയതിക്ക് ശേഷമാണ് ശമ്പളം ലഭിച്ചത്. ഈ മാസവും സമാനമായ സാഹചര്യമാണുള്ളത്. ബസ്സുകൾക്ക് ഡീസൽ അടിച്ച ഇനത്തിലും കമ്പനികൾക്ക് ഭീമമായ തുക നൽകുവാനുണ്ട്. കമ്പനികൾ ഡീസൽ നൽകുന്നത് നിർത്തിവെച്ചാൽ KSRTCയിൽ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയുണ്ടാകും. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. 1-ാം തീയതി തന്നെ നൽകാമെന്ന് KV ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയെടുത്തതിനു ശേഷം പറയുകയും ചെയ്തു. എന്നാൽ ജീവനക്കാരുടെ ശമ്പളക്കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല. ശമ്പളം ലഭിക്കാതായതോടെ കടുത്ത പ്രതിസന്ധിയാണ് ജീവനക്കാർ അനുഭവിക്കുന്നതെന്ന് KST എംപ്ലോയീസ് സംഘ് BMS കുറ്റപ്പെടുത്തി. എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ശമ്പളം നൽകുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. എന്നാൽ ഇന്ന് 15-ാം തീയതി ആയിട്ടും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യവുമാണ്. ഞങ്ങൾ ജോലി ചെയ്ത കൂലി നൽകാതിരിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എംപ്ലോയീസ് സംഘ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് തന്നെയാണെന്നതിൽ യാതൊരു മാറ്റവുമില്ല. ശബരിമല സീസൺ ആരംഭിച്ചതിന് പിന്നാലെ KSRTCക്ക് മികച്ച വരുമാനമാണ് ലഭിക്കുന്നത്. എന്നാൽ അതിന്റെ ഗുണം ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നും BMS കുറ്റപ്പെടുത്തുന്നു. ശമ്പളം ഉറപ്പാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും BMS അറിയിച്ചു. ജനം, തിരുവനന്തപുരം.